നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി വാഹനയാത്രക്കാർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈപ്പാസ് റോഡുകൾ നിർമ്മിക്കുന്നത്. എന്നാൽ തങ്കളം മലയൻകീഴ് ബൈപ്പാസിന്റെ അവസ്ഥ എന്താണ്? വൈകുന്നേരമാകുന്നതോടെ തങ്കളം മലയൻകീഴ് ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റിന് മുൻപിലൂടെ കടന്നു പോകുക എന്നത് വാഹനയാത്രക്കാർക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. പൊതു അവധി ദിവസങ്ങളുടെ തലേന്നാണെങ്കിൽ പറയുക കൂടി വേണ്ട. തങ്കളം മലയൻകീഴ് ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിലെ അനിയന്ത്രിതമായ തിരക്കും റോഡ് കയ്യേറിയുള്ള പാർക്കിങ്ങുമാണ് ഈ ബൈപ്പാസിൽ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണമാകുന്നത്. വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് പൊതു അവധി ദിവസങ്ങളുടെ തലേന്ന് ഈ വഴി കടന്നു പോകുക എന്നത് വാഹനയാത്രക്കാർക്ക് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. എറണാകുളം ഭാഗത്തു നിന്ന് ഇടുക്കി, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്ന സഞ്ചാരികൾക്കും തിരിച്ചു വരുന്നവർക്കും കോതമംഗലം ടൗണിൽ കയറാതെ എളുപ്പത്തിൽ കടന്നു പോകാനുള്ള പ്രധാന ആശ്രയമാണ് ഈ ബൈപ്പാസ്. ദിവസേന നിരവധി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇപ്പോൾ ബൈപ്പാസിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉച്ചതിരിയുന്നതോടെ തന്നെ ബിവറേജിന് മുന്നിലെ മദ്യം വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് ആരംഭിക്കും. യാതൊരുവിധ ട്രാഫിക് നിയന്ത്രണവും ഇല്ലാതെയാണ് ഈ റോഡിലൂടെ തലങ്ങും വിലങ്ങും ആളുകൾ നടക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള അപകട സാധ്യതയാണ് ഈ ഭാഗത്ത് ഉണ്ടാക്കുന്നത്. ഇതിനു പുറമെ മദ്യം വാങ്ങാനെത്തുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ ബൈപ്പാസിന്റെ ഇരുവശങ്ങളിലുമായി നിർബാധം പാർക്ക് ചെയ്യുന്നതോടെ റോഡിലെ തിരക്ക് ഇരട്ടിയാകുന്നു. വൈകുന്നേരമാകുന്നതോടെ ബിവറേജിനോട് ചേർന്ന് തട്ടുകടകൾ കൂടി സജീവമാകുന്നതോടെ ബൈപ്പാസ് പൂർണ്ണമായും അടയുന്ന അവസ്ഥയാണ് ഉള്ളത്. ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ഒരു ബൈപ്പാസ്, ഒരു ബിവറേജ് ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം മൂലം നിത്യേനയുള്ള ഒരു വലിയ ഗതാഗതക്കുരുക്കിന് സാക്ഷിയാകേണ്ടി വരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ബൈപ്പാസ് കൊണ്ട് യാത്രക്കാർക്കോ പ്രദേശവാസികൾക്കോ യാതൊരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ബൈപ്പാസിലൂടെയുള്ള സുഗമമായ യാത്ര പുനഃസ്ഥാപിക്കുന്നതിനായി ഈ ബിവറേജ് ഔട്ട്ലെറ്റ് എത്രയും വേഗം ഇവിടെ നിന്നും അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക എന്നതാണ് ഏക പരിഹാരം.